കൊല്ലത്തെ ദൃശ്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അവിടെയും പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. കൊല്ലത്തും സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, എന്താണ് അവിടുത്തെ പ്രതിഷേധത്തിന്റെ സ്വഭാവം? പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം കടന്നു വന്നത്. ഈ പ്രതിഷേധ പ്രകടനം എത്തിയപ്പോൾ തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ഇത് തടയാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ചെറുക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള സംയമനം പാലിക്കുന്നുണ്ട്. കാരണം വലിയ പ്രതിരോധം ഈ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ പ്രവർത്തകരെ അറസ്റ്റ് നീക്കുക എന്ന രീതിയാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പ്രവർത്തകർ കൂടുതൽ പോലീസിനെ നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പ്രവർത്തകർക്ക് നേരെ ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമിക്കുന്ന രീതികൾ ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ പരാതിയായി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തള്ളിക്കയറുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഈ കെട്ടിയിരുന്ന വടം മറികടന്നുകൊണ്ട് കയറുന്ന ദൃശ്യങ്ങളാണ്. അതായത് നിലവിൽ ലാത്തി ചാർജ് വിജയകുമാർ പോലീസ് ലാത്തി വീശുന്നു. പ്രവർത്തകർക്കെതിരെ പോലീസ് ഇപ്പോൾ ലാത്തി വീശുന്ന ദൃശ്യങ്ങളാണ്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കൊല്ലത്താണ് സംഭവം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് കെട്ടിയിരുന്ന ഈ വടം മറികടന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ്. ഒടുവിൽ പോലീസ് വലിയ രീതിയിൽ ചെറുത്തെങ്കിൽ പോലും പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസും ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. ലാത്തി ചാർജ് ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു എന്നുള്ളതാണത്. ദൃശ്യങ്ങൾ കാണാം. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ചില പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. പോലീസുകാർ വലിയ രീതിയിൽ തങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഈ പോലീസിന് കൂടുതൽ സമയം ലഭിച്ചിരുന്നില്ല. ഈ വാഹനം കൊണ്ടിട്ടാണ് ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത്. ഒടുവിൽ അത് സംഘർഷത്തിലേക്ക് എത്തുന്ന കാഴ്ച. പോലീസ് 2 തവണ ഈ പ്രവർത്തകർക്കെതിരെ ലാത്തി വീശുന്ന സാഹചര്യമടക്കം ഉണ്ടായെങ്കിലും ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രവർത്തകർ. ഈ പോലീസ് എല്ലാ മുന്നൊരുക്കങ്ങളും മറികടന്നുകൊണ്ട് പോലീസ് നിശ്ചയിച്ചിരുന്ന എല്ലാ കരുതൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിരോധം സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ പ്രതിരോധങ്ങളെല്ലാം മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കൊല്ലത്ത് തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ അരുൺ രാജാണ് വിവരങ്ങൾ നൽകുന്നത്. കൊല്ലത്ത് അതൊരു ലാത്തി ചാർജ്, ചെറിയ തോതിലുള്ള ലാത്തി ചാർജിലേക്ക് അവിടുത്തെ പ്രതിഷേധം മാറിയിട്ടുണ്ട്. ബാരിക്കേഡ് മറികടന്ന് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ലാത്തി വീശി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്.